മലയാള സിനിമാ ലോകത്തെ എക്കാലത്തെയും പ്രിയപ്പെട്ട മാതൃസാന്നിധ്യമാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. സത്യൻ, നസീർ, ജയൻ മുതൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി വരെയുള്ള സൂപ്പർ താരങ്ങൾക്ക് അമ്മയായി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും മലയാള സിനിമയുടെ ഭാഗമായി ഇന്നും നിലകൊള്ളും കവിയൂർ പൊന്നമ്മ. തിരുവല്ലയിലെ കവിയൂർ ഗ്രാമത്തിൽ പരമേശ്വരപിള്ളയുടെയും ലക്ഷ്മി അമ്മയുടെയും മകളായ ജനനം. നാടകങ്ങളിലൂടെയായിരുന്നു അഭിനയ ജീവിതം ആരംഭിച്ചത്. അർജുനൻ മാഷ് അടക്കമുള്ള സംഗീത സംവിധായകരുമായി ദീർഘകാലം സംഗീത നാടകരംഗത്ത് പ്രവർത്തിച്ചു. 1960 വിവാഹശേഷം ഭർത്താവ് ഗോപാലപിള്ളയുടെ പ്രോത്സാഹനത്തോടെ ചലച്ചിത്ര മേഖലയിൽ ചുവടുവെച്ചു. 1973 പുറത്തിറങ്ങിയ വിപ്രം എന്ന സിനിമയിലാണ് കവിയൂർ പൊന്നമ്മ ശ്രദ്ധ നേടുന്നത്. സഹനടിയിൽ നിന്നും തുടങ്ങി അമ്മ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. 1998 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചു. ആഴത്തിൽ സ്പർശിക്കുന്ന മാതൃഭാവങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മികച്ച അഭിനേത്രികളിൽ ഒരാളായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മ വേഷങ്ങൾക്ക് പുറമെ ശ്രദ്ധേയമായ മറ്റ് സങ്കീർണ കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്യാൻ കവിയൂർ പൊന്നമ്മയിലെ അഭിനയ പ്രതിഭയ്ക്ക് സാധിച്ചിരുന്നു. എല്ലാ കഥാപാത്രങ്ങളിലും തന്റേതായ ശൈലിയിൽ അതിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച അഭിനേത്രി കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ആദ്യകാല നടന്മാരായ സത്യൻ, നസീർ തുടങ്ങി മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് തുടങ്ങിയ പിൽക്കാലത്തെ എല്ലാ പ്രമുഖ താരങ്ങളുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. 2006 കേന്ദ്ര സർക്കാരിന്റെ സത്യജിത് റോയ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും 2007 പത്മശ്രീ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചു. 500-ലധികം സിനിമകളിൽ അഭിനയിച്ച കവിയൂർ പൊന്നമ്മയുടെ അഭിനയ ജീവിതം 45 വർഷത്തോളം മലയാള സിനിമയിൽ നീണ്ടുനിന്നു. 2010 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകിയ ജീവിത കലാ സംഭാവനയ്ക്കുള്ള പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നായി മാറി. മലയാള സിനിമയിൽ എക്കാലത്തെയും സ്നേഹനിധിയായ അമ്മയുടെ പ്രതീകമായിരുന്നു കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മയുടെ വിടവാങ്ങലിലൂടെ മലയാളത്തിന് അമ്മ നിരയിലെ എണ്ണപ്പെട്ട നടിമാരിൽ ഒരാളെയാണ് നഷ്ടമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.